വളരെ ജെന്യൂനായിട്ടുള്ള ഒരു ആവശ്യത്തിൻ്റെ പുറത്ത് നടക്കുന്ന സമരമാണ് നമുക്കെല്ലാവർക്കും അറിയില്ല. ഇന്നിപ്പോൾ ഈ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെന്ന് അവർ സ്വയം കണക്കാക്കുന്ന ദേശീയ തലത്തിലെ ഇംഗ്ലീഷ് മാധ്യമങ്ങളൊന്നും വലിയ തോതിൽ ഈ വാർത്തകൾ കൊടുക്കുന്നില്ല. പിന്നെ കൊടുക്കുന്ന വാർത്തകൾ ചില മാധ്യമങ്ങൾ ഈ CJPക്ക് എതിരായിട്ടാണ് അത്തരം വാർത്തകൾ കൊടുക്കുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ ഇവരുടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ കവറേജാണ് കൂടുതലായിട്ടും നമ്മൾ കാണുകയും പിന്നെ നമ്മളെപ്പോലുള്ള പ്രാദേശിക മാധ്യമങ്ങൾ, കേരളത്തിലൊക്കെ മാധ്യമങ്ങൾ വേണ്ട പ്രാധാന്യത്തോടെ നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ കണ്ടത് ഒരു രക്ഷിതാവ്, ഒരു പിതാവ്, അദ്ദേഹത്തിൻ്റെ മകൻ നീറ്റ് പരീക്ഷയിൽ സംഭവ വികാസങ്ങളെ കൊണ്ടുവന്ന് ആത്മഹത്യ ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഫോട്ടോ കൂടെ ഈ സമരവേദിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് പറയുകയാണ്, അതായത് എൻ്റെ മകൻ വളരെ ഗംഭീരമായിട്ട് പരീക്ഷ എഴുതി, ഒരുപാട് കാലം പഠിച്ച് വളരെ ഗംഭീരമായിട്ട് നന്നായിട്ട് എഴുതി, അവൻ വളരെ റിലാക്സ്ഡ് ആയിരുന്നു. അപ്പോൾ നീ കുറച്ച് മാസം ഫ്രീ ആയിട്ടിരിക്കൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് പെട്ടെന്ന് ഈ നീറ്റ് പരീക്ഷ റദ്ദാക്കുന്ന നിലയുണ്ടായത്. കുട്ടി ആകെപ്പാടെ മനോവിഷമത്തിലായി ആത്മഹത്യ ചെയ്തു. അപ്പോൾ അദ്ദേഹം പറയാണ്, എനിക്കൊരു മകൻ കൂടെയുണ്ട്, അവനും പഠിക്കുന്ന കുട്ടിയാണ്. ഈ സിസ്റ്റം ശരിയായില്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ മകനെ കൂടെ കൊണ്ട് വളർത്തുക എന്ന വളരെ ജെന്യൂനായിട്ടുള്ളൊരു കൺസേൺ അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തെ പോലെ എത്രയോ രക്ഷിതാക്കൾ, എത്രയോ കുട്ടികൾ, ഇവരെല്ലാവരും BJPക്കെതിരായിട്ടും നരേന്ദ്രമോദിക്കെതിരായിട്ടും വോട്ട് ചെയ്യുന്ന ആളുകളല്ല എന്നോർക്കണം. BJPക്ക് അനുകൂലമായിട്ടും നരേന്ദ്രമോദിയോട് വലിയ ആരാധനയോടെയും വോട്ട് ചെയ്യുന്ന ആളുകൾ പോലും കുട്ടികളായിട്ടും രക്ഷിതാക്കളായിട്ടും ഉണ്ട്. അവരെ കൂടെയാണ് എന്ന് വെച്ചാൽ ഈ രാജ്യത്തെ മതജാതി വ്യത്യാസമില്ലാതെ, കക്ഷിരാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ബാധിച്ചൊരു പ്രശ്നമായിട്ട് ഈ നീറ്റ് പരീക്ഷയുടെ പ്രശ്നം മാറി. സ്വാഭാവികമായിട്ടും അതിനകത്ത് തിരുത്തൽ നടപടികൾ എടുക്കുകയും ആ നടപടികൾ ശക്തമായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നതിന്, കുറ്റക്കാരായിട്ടുള്ള ആളുകളെ മാറ്റും എന്ന് ഉറപ്പ് കൊടുക്കുന്നതിന് പകരം, ഇതിനൊക്കെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ഈ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രിയെ മാറ്റുന്നതിന് പകരം നിങ്ങൾ എന്ത് ശക്തമായ സമരം ചെയ്താലും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വിട്ടുവീഴ്ച ചെയ്യില്ല, നിങ്ങളുടെ കുട്ടികളെ നഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങൾ കരഞ്ഞുകൊണ്ട് സമരം ചെയ്താൽ പോലും നിങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന അങ്ങേയറ്റം ധാർഷ്ട്യം കലർന്ന നിലപാടാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള തെളിവ് ഇന്ന് നമുക്ക് ഡൽഹിയിലെ തെരുവുകളിൽ നിന്ന് കിട്ടി. ഈ കുട്ടികളെ മുഴുവൻ വല്ലാത്ത തോതിൽ അടിക്കുകയാണ്. അതായത് ഇത്രയും ദിവസമായിട്ട് ഇവരിങ്ങനെ ഒരു പ്രശ്നവുമില്ലാതെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പോലും അതൊന്നുമില്ലാതെ ഈ കുട്ടികൾ, പ്രത്യേകിച്ച് ഒരു സംഘടിത രൂപമില്ലാത്ത ഒരു ഇന്നലെ മുളച്ചു വന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു സംഘടന എന്ന നിലയ്ക്ക് ചെറുപ്പക്കാരെല്ലാം ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ലാതെ കൊണ്ടുപോയ കാര്യത്തെ അവർ സഹികെട്ടിട്ട് പാർലമെൻറ്റ് സെഷൻ തുടങ്ങുമ്പോൾ അവിടേക്ക് മാർച്ച് നടത്തുമ്പോൾ അതിനകത്തൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് അടിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് തന്നെയും ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടോ എന്ന് BJPയും അവരെ അനുകൂലിക്കുന്ന ആളുകളും കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന ആളുകളും നോക്കട്ടെ. അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സമരത്തിലേക്ക് പോകേണ്ടി വന്നത്? അത് നീറ്റ് സമരം അടക്കമുള്ള ഈ കുട്ടികൾ ആകെപ്പാടെ പ്രതിസന്ധിയിലാകുന്നതുകൊണ്ടാണ്. ഇവരെല്ലാം സ്വന്തം നിലയ്ക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പിതാവിനെ പോലെ സ്വന്തം നിലയ്ക്ക് കുട്ടികൾ ഇങ്ങനെ വളരട്ടെ, വിദ്യാഭ്യാസവുമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് കരുതിയിട്ട് പ്രധാനപ്പെട്ട ഈ നാട്ടിലെ മറ്റ് രാഷ്ട്രീയ സംഭവങ്ങളും സമരങ്ങളൊന്നുമായിട്ട് ഇടപെടാതെ ഒരു മധ്യവർഗ ജീവിതം ജീവിച്ചിരിക്കുന്ന ആളുകളാണ് ഇങ്ങനെ വൻ ക്രൈസിസ് ചെന്ന് പെട്ടുപോയത്. അവർക്ക് മതല്ലാതെ മറ്റു മാർഗ്ഗമില്ല. അതിൻ്റെ ഒരു സംഘടനാ രൂപമായിട്ടാണ് ഈ പറയുന്ന CJP വന്നത്. നമ്മൾ അവരെ തല്ലുന്നത് കണ്ടു. അത് സാധാരണ സമരങ്ങളിൽ പങ്കെടുത്ത് ഇപ്പോൾ കുറേ ഐസ, SFI, പിന്നെ കുറേയേറെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, ഇങ്ങനെ കുറേയേറെ ആളുകൾ, പല സംഘടനകളുടെ ആളുകൾ അവിടെ ഇപ്പോൾ ഉണ്ട്. പക്ഷെ അതല്ലാത്ത നേരത്തെ ഒരു സമരത്തിലും പങ്കെടുത്ത് പരിചയമില്ലാത്ത മനുഷ്യരാണ് ഈ പറയുന്ന അവിടെ നിന്ന് തല്ലുകൊള്ളുന്നതെന്ന് ഓർക്കണം. അവരെ അതിഭീകരമായിട്ട് അറ്റാക്കാണ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് പിന്നെ ഇവർക്ക് BJPക്കുള്ള പ്രശ്നം എന്താണ്? BJPയോട് നേരിട്ട് BJPയുടെ കുഴപ്പങ്ങളെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ചെയ്യുകയാണെങ്കിൽ ഇതിനകം തന്നെ ഈ പറയുന്ന BJP ഞങ്ങൾക്കെതിരായിട്ട് നിൽക്കുകയാണ്, നരേന്ദ്രമോദിക്കെതിരായിട്ട് നിൽക്കുകയാണ്, ഈ കോൺഗ്രസും CPM അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പല പ്രശ്നങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്ന കാര്യം ഇവരുടെ അടുത്ത് നടക്കില്ല. കാരണം ഇവർ പുതുതായിട്ട് വന്നിരിക്കുന്ന ആളുകളാണ്. പിന്നെ ഈ BJP എന്ന പേരിനോട് അത്രമാത്രം സാമ്യമുള്ള പേരാണ് CJP എന്ന് ആലോചിച്ച് നോക്കൂ. അതിൻ്റെ നേരെ BJP, ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്ന ഈ പാർട്ടിയുടെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് CJP വരികയാണ്. അതിൻ്റെ പരിഹാസ രൂപമായിട്ടാണ് വരുന്നത്. CJP വളരെ എളുപ്പത്തിൽ രാജ്യത്തെ ജനതയ്ക്ക് ആകെപ്പാടെ പറയാൻ പറ്റുന്നൊരു പേര്, ഒട്ടും BJP നേതൃത്വം സഹിക്കാത്ത ഒരു പേരുമായിട്ടാണ് ഈ ചെറുപ്പക്കാർ വരുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന അങ്ങേറ്റ പരിഹാസ്യവും എന്നാൽ ഇവർക്ക് BJPക്ക് പെട്ടെന്ന് തന്നെ BJP അറിയാവുന്ന ആളുകൾക്കെല്ലാം പെട്ടെന്ന് പറയാനാകുന്ന ഒരു പേരും കൊണ്ടാണ് ഇവർ വരുന്നത്. അപ്പോൾ ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ബുദ്ധിമുട്ടാകുമെന്നത് കണ്ട് ഇവരെ അവോയ്ഡ് ചെയ്യാനും അവഗണിക്കാനുമാണ് ആദ്യം ശ്രമിച്ചെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. പക്ഷേ ഈ സമരം ശക്തമായി വരികയും ചെയ്യുകയാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിന് ഈ 10 വർഷക്കാലത്തെ അല്ലെങ്കിൽ 10ലേറെ വർഷക്കാലം നിരവധിയായിട്ടുള്ള പ്രതിപക്ഷ സമരങ്ങൾ ഉണ്ടായപ്പോൾ അതിനെല്ലാം ഇങ്ങനെ വരുന്നു, അതില്ലാതായി പോകുന്നു, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ പറ്റുന്നു. ഇപ്പോൾ ആം ആദ്മി പാർട്ടി വരുന്നു, അവരെ ഇല്ലാതാക്കാൻ പറ്റുന്നു, ജയിലിൽ പിടിച്ചിടാൻ പറ്റുന്നു. പലവിധമായിട്ടുള്ള ഈ സംഘടനാ ശക്തി കൊണ്ടും ഈ രാഷ്ട്രീയമായിട്ട് അധികാര ശക്തി കൊണ്ടും ഒക്കെ പല വിധത്തിൽ ഈ സമരങ്ങളെ, പ്രതിപക്ഷ സമരങ്ങളെ ഇല്ലാതാക്കാൻ ഇവർക്ക് സക്സസ്ഫുള്ളി സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അതിപ്പോഴും സാധിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഈ കേന്ദ്ര സർക്കാരും BJP അടക്കമുള്ള സർക്കാരിന് പിന്നിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല ഈ സമരത്തിനെതിരെ നിൽക്കുന്നത്, അത് കോൺഗ്രസ് കൂടെയാണ് നമ്മൾ കാണുന്നുണ്ട്. ഞാനിത് CJP എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം, ഈ പറയുന്ന ഈ ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഈ പേജ് ആദ്യമായിട്ട് വന്നപ്പോൾ
അവരുടെ പാട്ടുകളും മറ്റും ആദ്യമായിട്ട് ഷെയർ ചെയ്ത് കണ്ട ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്ലാറ്റ്ഫോം യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പേജായിരുന്നു, ഇൻസ്റ്റാഗ്രാമിലെയും മറ്റും. പക്ഷേ അവർ വളരെ പെട്ടെന്ന് അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന നില നമ്മൾ കണ്ടു. യൂത്ത് കോൺഗ്രസ്സുകാർക്കും ഒക്കെ കേരളത്തിലെ അടക്കമുള്ള ആളുകൾക്ക് CJPയുടെ സമരത്തോട് അനുഭാവപൂർണ്ണമായ നിലപാടുണ്ട്. പക്ഷേ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി, ഈ രാജ്യത്ത് തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇതേക്കുറിച്ച് എന്തെങ്കിലും ആ പേര്, ആ പാർട്ടിയുടെ ആ സംവിധാനത്തിൻ്റെ പേര്, അഭിജിത്ത് ദീപ്കെ എന്ന നേതാവിൻ്റെ പേര്, സോനം വാങ്ചുക്കിൻ്റെ പേര് പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ടോ? ഇവിടെ ഇത്രയും വലിയ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ, അതായത് നമ്മുടെ ഭാവിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചെറുപ്പക്കാരുടെ ആശാകിരണമായിട്ടുള്ള ഈ നീറ്റ് പരീക്ഷയിൽ ഇത്രയും വലിയ കുഴപ്പമുണ്ടായപ്പോൾ അതിനെതിരെ രാജ്യത്തൊരു പ്രത്യേക സമരം ഉണ്ടായിട്ട് വരുമ്പോൾ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നേ ഇല്ല. രാഹുൽ ഗാന്ധി വിദേശത്ത് എവിടെയായിരുന്നു? ഒരക്ഷരം അദ്ദേഹം മിണ്ടാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹമാണ് ഈ പ്രതിപക്ഷത്തിൻ്റെ സമരങ്ങളുടെയും രാജ്യത്തെ ഭാവിയുടെയും ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു നേതൃരൂപം എന്നാണ് പൊതുവിൽ കണക്കാക്കപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം ഇതേക്കുറിച്ച് മിണ്ടാനേ തയ്യാറാവുന്നില്ല. അത് ഞാൻ വിചാരിക്കുന്നത് ആം ആദ്മി പാർട്ടിയൊക്കെ ഇവരുടെ ശൂന്യതയിൽ നിന്നാണ് ആം ആദ്മി പാർട്ടിയൊക്കെ ഉണ്ടായി വന്നത്. ആം ആദ്മി പാർട്ടി ഡൽഹിയിലൊക്കെ ഉണ്ടാക്കുന്ന ക്ഷീണം പോലെ പുതിയൊരു സംവിധാനം തങ്ങൾക്കെതിരെ വരണ്ട എന്ന് കരുതിയിട്ട് കൂടി ആയിരിക്കണം രാഹുൽ ഗാന്ധി ആ നിലപാടെടുക്കുന്നത്. പക്ഷേ അവിടെ നിന്നും കടന്നിട്ട് ഇന്നിപ്പോൾ ഈ ജോൺ ബ്രിട്ടാസിനോട് ഇദ്ദേഹം ജയറാം രമേശ്, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിജീവിയായിട്ടുള്ള ആൾ, ഇത് RSSൻ്റെ സമരമാണ് എന്ന് പറഞ്ഞതായിട്ട് ഒരു വാർത്ത നമ്മൾ വന്നു. ജോൺ ബ്രിട്ടാസ് ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞാലേ കൃത്യമായിട്ട് നമുക്കറിയൂ. പക്ഷേ അത് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു RSSൻ്റെ സമരമാണെന്ന് പറഞ്ഞതിനെ, എന്ന് വെച്ചാൽ RSSൻ്റെ സമരമാണെങ്കിൽ ഇങ്ങനെയും ചിന്തിക്കാം. RSSൻ്റെ സമരമാണ് കേന്ദ്ര സർക്കാരിനെതിരായിട്ടും നീറ്റ് വിഷയത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജി ആവശ്യപ്പെട്ടുള്ള CJPയുടെ സമരമെങ്കിൽ RSSന് പോലും അങ്ങനെ ഒരു സമരത്തെ പിന്തുണക്കേണ്ടി വന്നിരിക്കുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടെന്ന് ഒരാംഗിളിലൂടെ കാണാം. പക്ഷേ RSSൻ്റെ സമരമാണെന്ന് പറഞ്ഞിട്ട് ഇതിനെ ഒറ്റപ്പെടുത്താൻ എന്ന് വെച്ചാൽ BJPയും കേന്ദ്ര സർക്കാരും ഇതിനെ എതിർക്കുകയാണ്. CJPയുടെ എന്നല്ല, ഈ സമരത്തെ എതിർക്കുകയാണ്. RSS എന്ന് പറഞ്ഞിട്ട് പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസും എതിർക്കുകയാണ്. ബാക്കി ചെറിയ ചെറിയ പാർട്ടികളാണ് ഇവർക്ക് പിന്തുണ നൽകുന്നത്. ചെറിയ ചെറിയ നേതാക്കൾ അത് പക്ഷേ വലുതായി വരികയാണ് എന്നത് കാണുകയാണ്. അപ്പോൾ ഇതിന് കിട്ടുന്ന പിന്തുണ വല്ലാത്ത തോതിലാകുന്നു എന്ന് കാണുന്ന രാഷ്ട്രീയ സംവിധാനം, ഭരണ സംവിധാനം വരൂ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് ഒരു ഭാഗത്തൂടെ വിളിക്കുകയും ഇവരെ ഈ പാർലമെൻറ്റ് ഇതിനകത്ത് ഇടപെടാതെ ഒരു ചർച്ചയ്ക്ക് പോലും ഈ ദിവസം വരെയും വിളിക്കാതെ അവരെ ഈ പാർലമെൻറ്റ് സമരത്തിലേക്ക് അനൗൺസ് ചെയ്യുന്നതിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ട് നിർബന്ധിതമാക്കുകയും ചെയ്തിട്ട് അവർ ആ സമരത്തിലേക്ക് പോയപ്പോൾ അവരെ തല്ലി ഓടിക്കുന്ന നിലയാണ് ഉണ്ടായിരിക്കുന്നത്. വല്ലാതെ തല്ലി ഓടിച്ചാൽ സംഘടനാപരമായിട്ട് നേരത്തെ പ്രവർത്തന പരിചയമൊന്നുമില്ലാത്ത ആളുകൾ പിരിഞ്ഞു പോയിക്കോളും എന്ന് കേന്ദ്ര സർക്കാർ വിചാരിക്കുന്നുണ്ടാകണം. ഇനിയിപ്പോൾ അങ്ങനെ അടിച്ച് തല്ലി ഓടിച്ച് ഇന്ന് സത്യത്തിൽ ആ വിഷ്വൽ ഈ പാർലമെൻറ്റ് സ്ട്രീറ്റിലായതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെ സുരക്ഷ കൂടുതലുണ്ടാവുമല്ലോ. സമരമായിട്ട് ആളുകൾ ഓടി വരുമ്പോൾ തോക്കും പിടിച്ച് നിൽക്കുന്നതിന് നമുക്ക് രാജ്യത്തിൻ്റെ സുരക്ഷയെ കരുതി പാർലമെൻറ്റ് ചില സംവിധാനങ്ങൾ കരുതി പൂർണ്ണമായിട്ട് തള്ളിക്കളയുക സാധ്യമല്ല. പക്ഷേ അങ്ങനെ തോക്കും പിടിച്ചിട്ട് ഈ ചെറുപ്പക്കാർക്ക് നേരെ നിൽക്കുന്ന നമ്മുടെ രാജ്യത്തെ യുവജനങ്ങൾക്ക് നേരെ വളരെ ജെനുവിനായിട്ടുള്ളൊരു കേസിൽ മുന്നോട്ട് വരുന്ന സമരക്കാർക്ക് നേരെ നമ്മുടെ രാജ്യത്തിൻ്റെ പോലീസും പട്ടാളവും തോക്കും പിടിച്ച് നിൽക്കുന്ന ഈ നില അങ്ങേയറ്റം ദുഃഖഭരിതമാണ്. ആ ദുഃഖഭരിതമായ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരും BJPയും ഇങ്ങനെ നിൽക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ഇതേക്കുറിച്ചിട്ട് പുറംതിരിഞ്ഞ് നിൽക്കുകയും അതിനെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനൊരു സംഭവം കണ്ടിട്ടേ ഇല്ല എന്ന് നിലപാടെടുക്കാൻ നിൽക്കുന്നു. അവിടെ പോകുന്നത് CPMഉം CPIയും പോലുള്ള ചെറിയ പാർട്ടികളുടെ നേതാക്കൾ, മറ്റ് അഖിലേഷ് യാദവിൻ്റെയും മറ്റുമൊക്കെ മമതാ ബാനർജിയുടെ ഒക്കെ പാർട്ടിയിൽ നിന്നുള്ള ആളുകൾ, പിന്നെ മറ്റ് ചെറുപ്പക്കാരൊക്കെ അവിടെ വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വലിയ പ്രൊട്ടസ്റ്റായിട്ട് വളർന്നിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ ഭീഷണിയാകുമോ എന്ന് എനിക്കിപ്പോഴും അങ്ങനെയൊരു തോന്നലൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരം സമരങ്ങളെ സക്സസ്ഫുള്ളി ഇല്ലാതാക്കാനും ഇത്തരം സമരങ്ങൾ കൊണ്ട് കുറേ രോഷം അങ്ങ് ഔട്ടായി പോവുകയാണെങ്കിൽ പോട്ടെ, അതിനനുസരിച്ച് കുറച്ചവരെ ഫ്രീ ആയിട്ട് വിടുക. പിന്നീട് ഒരു ഘട്ടത്തിന് ശേഷം വല്ല അർബൻ നക്സൽസ് എന്നോ അല്ലെങ്കിൽ ഇവർ പാകിസ്ഥാൻ്റെ സഹായം മേടിച്ച് നിൽക്കുന്നവരാണെന്നോ ചൈന സഹായം വാങ്ങിച്ച് നിൽക്കുന്നവരാണോ എന്നോ പറഞ്ഞിട്ട് അടിച്ചോടിച്ചാൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വെടിപൊട്ടിച്ചാൽ ഈ ഇത്തരം സമരങ്ങളെ ഇല്ലാതാക്കാൻ പറ്റും എന്നൊരു വിചാരത്തിൽ കൂടിയാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ മുന്നോട്ട് പോയത്. അത് സക്സസ്ഫുള്ളി അങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. ഇത്തവണ ഇതിനാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിൻ്റെ വലിയ പാർട്ടികളുടെ പിന്തുണയൊന്നുമില്ല. പക്ഷേ ഇതുണ്ടാക്കുന്ന ഒരു വിശ്വാസ്യതാ നഷ്ടം വളരെ വളരെ വലുതാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഒരു കേന്ദ്ര സർക്കാർ ഇത്രയും വലിയ പിഴവ് ഇത്ര പ്രധാനപ്പെട്ടൊരു പരീക്ഷയിലടക്കം വന്നിട്ട് ഈ ചെറുപ്പക്കാരാകെ തന്നെയും ആരും സംഘടിപ്പിക്കാതെ ഉയർന്നു വന്നിട്ട് അവരുടെ രോഷം പ്രകടിപ്പിക്കുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് കണ്ടിട്ട് വരൂ നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്നതിന് പകരം ഇതിനെ ഇങ്ങനെ എത്രമാത്രം തല്ലി ഓടിച്ചാൽ ഇവിടെ ചെന്ന് അവസാനിക്കും എന്ന് ആശങ്കപ്പെടുന്ന ഒരു സാധാരണ പൗരനാണ് ഞാൻ. ഇത് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ഇവരോട് സംസാരിക്കേണ്ടതാണ്, ഈ സമരത്തെക്കുറിച്ച് പറയേണ്ടതാണ്, അല്ലെങ്കിൽ ഒരു വാക്ക് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് രാജ്യത്തിനാകെ തന്നെയും, സമരം ചെയ്യുന്ന ആളുകൾക്ക് മാത്രമല്ല രാജ്യത്തിനാകെ തന്നെയും ഇല്ല, പ്രധാനമന്ത്രി അടക്കമുള്ള ആൾ ഇതിനകത്ത്
കൺസേൺഡ് ആണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിലൊരു ജനാധിപത്യ രാജ്യത്ത് സംഭവിക്കേണ്ടത്. ഇതിപ്പോൾ പ്രധാനമന്ത്രി അങ്ങനെ സംഭവിക്കുന്നില്ല, കേന്ദ്രത്തിനെതിരായുള്ള സമരമായതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അത്ര പോലും മിണ്ടുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കുട്ടികൾക്കെല്ലാം ഇങ്ങനെ തല്ലുകൊള്ളുമ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇത് കടന്നു പോകട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പലരും ഈ പറയുന്ന സാധാരണമായ വീടുകളിൽ ഇപ്പോൾ ഈ അഭിജിത്ത് ദീപ്ക തന്നെ അവിടെ വിദേശത്ത് വളരെ നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അയാളുടെ വീട്ടുകാർ ഇപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങേയറ്റം വലിയ വേവലാതിയിലായിരിക്കും. ഇതൊരു സംഘടിതമായിട്ട് വലിയ പാർട്ടി എന്താണ് സമരങ്ങളൊക്കെ നടത്തി പരിചയമൊന്നും ഇല്ലാത്ത ആളുകൾ ഇത്ര വലിയൊരു ഫോഴ്സിനെതിരെ പ്രതിപക്ഷ പാർട്ടിയുടെ പോലും പിന്തുണയില്ലാതെ, കോൺഗ്രസിൻ്റെ പോലും പിന്തുണയില്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതൊരു അങ്ങേയറ്റം സങ്കടകരമായിട്ടുള്ള എന്താണ് സംഭവിക്കുക നാളെ എന്ന തോന്നലും ഭയവും ഉണ്ടാക്കുന്നതാണ് എനിക്ക്.